ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഫോണിനെ കുറിച്ചുള്ളതാണ്. ഒരുപാട് നല്ല ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ വരുന്നൊരു ഫോണാണിത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വിവോയുടെ V20 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് 1-2 മാസം ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ശേഷമാണ് എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ കൂടെ ഫസ്റ്റ് ആയിട്ടാണ് വിവോയുടെ ഒരു ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ വേറെയും ഒരുപാട് നല്ല വിവോൻ്റെ ഫോണുകളൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോൺ കൂടാണ്. ഇതൊരു 5G വേരിയന്റ് ഫോണല്ല. അപ്പോൾ ഫോണിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ പുറത്തേക്ക് എടുത്തതിന് ശേഷം നോക്കാം. എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയന്റ് 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും ഉള്ളതാണ്. അതുപോലെ ഇത് 3 കളറിലാണ് അവൈലബിൾ ആവുന്നത്. അതിൽ 2 കളർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ബോക്സ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ട് ഒരു 1 വീക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോൺ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോക്സ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാണ്. ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ബോക്സാണ്. ആ ബോക്സിൻ്റെ അകത്തായിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ഇടാൻ പറ്റുന്ന ഒരു സിലിക്കോൺ കവറാണ് കിട്ടുന്നത്. പിന്നെ കുറച്ച് യൂസർ മാനുവലാണുള്ളത്. പിന്നെ ഉള്ളത് നമ്മളെ ഫോണാണ്. ഫോൺ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം വേറെ എന്തൊക്കെയാണ് ബോക്സിൽ വരുന്നതും കൂടെ നോക്കാം. ബോക്സിൽ പിന്നെ ഉള്ളത് ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും ടൈപ്പ് സി ചാർജിങ് കേബിള് പിന്നെ ഒരു ഇയർഫോണുമാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്ന ആക്സസറീസ് ഒക്കെ. ഇനി ഫോണൊന്നും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വിവോ V20 എന്ന് പറയുന്ന മോഡൽ. നല്ല അടിപൊളി സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈനും കൂടാണിത്. 171 ഗ്രാം മാത്രമുള്ള ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിലൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഡിസൈനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 കളർ മിക്സ് ചെയ്ത രൂപത്തിലാണ് ഇതിന് ബാക്ക് സൈഡ് വരുന്നത്. കൂടാതെ ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. ഇങ്ങനെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ഒക്കെ വരുന്ന ഫോണിന് നമുക്ക് നല്ല വെയിറ്റ് ഒക്കെ കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ഫോൺ നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോണും അതുപോലെ തന്നെ നല്ല സ്ലിം ആയിട്ടുള്ള ഒരു ഫോണും കൂടാണ്. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള MI10Tൻ്റെ അതേ ഒരു ക്യാമറ ഡിസൈനൊക്കെ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. കാരണം ഇതിൽ വരുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഷി ഫോണിൽ പോലും നമുക്ക് LCD ഡിസ്പ്ലേ ആണ് കിട്ടിയിരുന്നത് MI10T എന്ന് പറയുന്ന മോഡലിൽ. പിന്നെ 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടാതെ 83.7% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. സ്ക്രീനിൽ തീരെ ബെസലൊന്നും കാണാൻ സാധിക്കില്ല. അത്രയും നല്ല ഫുൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതും. പിന്നെ 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. അതുപോലെ തന്നെ 409 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഒരു ഡിസൈൻ നോക്കിയ സമയത്തും അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്തും നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഡിസ്പ്ലേയിലും കിട്ടുന്നത്. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള Android 11 ആണ് ഇതിൽ വരുന്നത്. അതുപോലെ വിവോൻ്റെ തന്നെ ഫൺ ടച്ച് 11 ഇതിലുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ചില ഫോണുകളിൽ മാത്രമാണ് നമുക്ക് Android 11 വരുന്നത്. ഇനി 2021 വരുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഫോണിലും ഇതേപോലെ Android 11 തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കൂടാതെ ഇതിൽ വരുന്നത് ക്വൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ 720G എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ. ഇനി GPU നോക്കുകയാണെങ്കിൽ അഡ്രീനോയുടെ 618 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുമാണ് ഇതിൽ വരുന്നത്. ഇതേ ഒരു പ്രോസസ്സറൊക്കെ വരുന്ന ഫോണിൽ നമുക്ക് ഓൾമോസ്റ്റും ഇതേ ഒരു ഗ്രാഫിക്സ് ഒക്കെ തന്നെയാണ് കിട്ടാറ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സും പ്രോസസ്സറും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാഫിക്സ് ഗെയിംസ് ഒക്കെ നമുക്കിതിൽ കളിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8GB റാമും 128GB ആണ് ഇന്റർണൽ സ്റ്റോറേജ് വരുന്നത്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വരുന്നത് ട്രിപ്പിൾ ക്യാമറ ആണ്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 64 മെഗാപിക്സലിലെ f1.9 അപ്പാച്ചർ വാല്യുള്ള ഒരു വൈഡ് ക്യാമറ ആണ്. ഇനി അടുത്തൊരു ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിലെ f2.2 അപ്പാച്ചർ വാല്യുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറ ആണ്. പിന്നെ ലാസ്റ്റ് ഒരു ക്യാമറ കൊടുത്തിട്ടുള്ളത് 2 മെഗാപിക്സലിലെ f2.4 അപ്പാച്ചർ വാല്യുള്ള ഒരു ഡെപ്ത് സെൻസറുമാണ്. അങ്ങനെ 3 ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഓപ്ഷൻസിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് ഒക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഇതിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ വീഡിയോസിനൊക്കെ ക്വാളിറ്റി എന്ന്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും അതുപോലെ തന്നെ ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. പിന്നെ നമുക്ക് 720ൽ 960 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള സ്ലോ മോഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫോണിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ എടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനൊക്കെ കിട്ടുന്നത്. 44 മെഗാപിക്സലിലെ f2.0 അപ്പാച്ചർ വാല്യുള്ള ഒരു വൈഡ് ക്യാമറ ആണ്. അപ്പോൾ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ഫിൽറ്റർ വരുന്നുണ്ട്. നൈറ്റിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ല ബൊക്കെ എഫക്റ്റുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ലോ ലൈറ്റ് ഫോട്ടോസും ഒക്കെ തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലുമാണ് ഇതിൽ വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഫോണിൻ്റെ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനും വീഡിയോസിനൊക്കെ ക്വാളിറ്റി ആണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫോട്ടോസൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഈ V20 എന്ന് പറയുന്ന ഫോണിലെടുത്ത ഫോട്ടോസാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് നൈറ്റിലൊക്കെ എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്യാമറേൻ്റെ ഈ റിവ്യൂ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഉണ്ട് ഇതിലെടുത്തുള്ള ഫോട്ടോസിനും വീഡിയോസിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ. ഇനി ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സൈഡ് നോക്കുകയാണെങ്കിൽ 4000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നതും. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല സ്പീഡിൽ തന്നെയാണ് ഇത് ചാർജ് ആവുന്നത്. 1 hour 10 minutes കൊണ്ട് തന്നെ ബാറ്ററി ഫുൾ ആവുന്നുണ്ട്. ഇനി ഫോണിൻ്റെ സെക്യൂരിറ്റി ലോക്ക് നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കുമാണ് വരുന്നത്. 0.4 സെക്കൻഡ് കൊണ്ടാണ് രണ്ടും തന്നെ സെൻസായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് നമുക്ക് ഫിംഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പീഡിൽ തന്നെയാണ് ഫിംഗർ സെൻസായിട്ട് വരുന്നത്. ഫേസ് ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സെക്കൻഡ് കൊണ്ട് തന്നെയാണ് സെൻസായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടും നല്ല സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇതിലൊരു 5G ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോണിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്യാമറ ആണ് വരുന്നത്. 8GB റാമും 128GB സ്റ്റോറേജും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണിന് വരുന്നുണ്ട്. പിന്നെ വിവോയുടെ ഏതൊരു ഫോൺ എടുത്താലും നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിലൊക്കെ കിട്ടുന്നത്. അതിനെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിനും കിട്ടുന്നത്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലും അതുപോലെ തന്നെ അട്രാക്റ്റ് ആവുന്ന കളറിലുമാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAEയിൽ വരുന്നത് 8GB and 128GBക്ക് 1299 ദിർഹംസും അതുപോലെ ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 8GB and 128GBക്ക് 25,990 രൂപയുമാണ്. ഇനി ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ Vivo V20 എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂടാതെ ബെൽ ബട്ടണും കൂടെ ഓൾ ആക്കി വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.